ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്യം ഹോശേയ 12:6. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക എന്നതാണ്. പ്രിയ ദൈവമക്കളെ, ലോകപ്രകാരം ജീവിക്കുന്ന നാം ഓരോരുത്തരും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണല്ലോ. ലോകപ്രകാരം നാം ജീവിക്കുമ്പോൾ നോമ്പുകളും ആചാരങ്ങളും അനുഷ്ഠിക്കുന്ന ഈ കാലയളവിൽ നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. റോമർ 8:7 ഇപ്രകാരം പറയുന്നു: നാം ജഡസ്വഭാവമുള്ളവർ ആയിരുന്നാൽ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ജഡസ്വഭാവമുള്ളവരായിട്ട് ജീവിക്കുന്നു. എന്നാൽ ആ ചിന്തകളൊക്കെയും നമ്മെ നിത്യ മരണത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ ലോകപ്രകാരം ജീവിക്കുന്ന നമുക്ക് ദൈവത്തിലേക്ക് ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. അതിനായിട്ട് നമ്മുടെ പിതാവാം ദൈവം വചനം ജഡമായി തീർന്ന് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്നാൽ നാം ഓരോരുത്തരും പാപം മൂലം നിത്യനരകത്തിലേക്ക് പോകുന്നവരാണല്ലോ. എന്നാൽ നാം എല്ലാവരും നിത്യജീവനിലേക്ക് ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. അതിനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്നാൽ മാത്രമേ നാം ക്രിസ്തു യേശുവിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഗലാത്യർ 6:15 ഇപ്രകാരം പറയുന്നു: പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, ക്രിസ്തുവിൽ നാം ഒരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിലേക്ക് തന്നെ മടങ്ങി വരണം. ആ ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നാൽ മാത്രമാണ് നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ക്രിസ്തുവിൻ്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഹൃദയശുദ്ധിയോടെ ക്രിസ്തുവിൽ നാം ആയിത്തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ മുടിയനായ പുത്രൻ്റെ കഥ ഇപ്രകാരം പറയുന്നു: എല്ലാം നശിച്ചപ്പോൾ സ്വന്തം അപ്പനെ ഓർത്ത് അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്ന ആ മുടിയനായ പുത്രൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ അപ്പൻ തൻ്റെ മകനെ എതിരേറ്റത്. എത്ര നമ്മൾ പാപം ചെയ്ത് നമ്മൾ ഓരോരുത്തരും പാപം ചെയ്ത് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നാം ഒന്ന് അനുതപിച്ച് ഈ നോമ്പ് കാലയളവിൽ ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരുന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആ അപ്പൻ ആ മകനെ സ്വീകരിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വീകരിക്കും. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ഒരു വിശുദ്ധ അലങ്കാരത്തോടു കൂടി വിശുദ്ധ വസ്ത്രം ധരിച്ച് ക്രിസ്തുവിനോടുകൂടി ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നോമ്പുകാലയളവിൽ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.